മറ്റൊരു റിപ്പോർട്ടിലേക്ക് പോകാം. ലോകകപ്പ് കളിമുറ്റങ്ങളിൽ പുതിയ ചരിത്രങ്ങൾ പിറക്കുന്ന ഈ വേളയിലും കാലം കാൽപന്തിന്റെ താളുകളിൽ സുവർണ്ണ ലിപികളാൽ വരച്ചിട്ട ഒരു അപൂർവ കാവ്യനീതിയുണ്ട്. ചരിത്രത്തിലെ വളരെ അപൂർവമായ ഒരു തീയതി പൊരുത്തത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ് ഇന്ന്. ജൂലൈ 10 ക്രിസ്ത്യാനോ റൊണാൾഡോയും ലയണൽ മെസ്സിയും തങ്ങളുടെ രാജ്യത്തിനായി ആദ്യത്തെ അന്താരാഷ്ട്ര കിരീടം ചൂടിയ ദിനം. ഒരേ യുഗത്തിന്റെ രണ്ട് ധ്രുവങ്ങളിൽ നിന്ന് ഫുട്ബോൾ സാമ്രാജ്യം ഭരിച്ച രണ്ട് രാജകുമാരന്മാർ, ക്രിസ്ത്യാനോ റൊണാൾഡോയും ലയണൽ മെസ്സിയും. കരിയറിൽ എല്ലാം നേടിയിട്ടും രാജ്യാന്തര കിരീടമില്ലാത്തവർ എന്ന ശാപം വിധി അവർക്ക് മേൽ ചാർത്തിക്കൊടുത്ത ഒരു കാലമുണ്ടായിരുന്നു. ഒരു ജനതയുടെ മുഴുവൻ പ്രതീക്ഷകളും ചുവലിലേറ്റി അവർ മൈതാനങ്ങളിൽ അലഞ്ഞ കാലം കാത്തുവച്ച ആദ്യത്തെ അത്ഭുതം പിറന്നത് 2016 ജൂലൈ 10 ഫ്രാൻസിന്റെ ചുവന്ന മണ്ണിൽ പരിക്കിന്റെ ക്രൂരതയിൽ റൊണാൾഡോയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. 25-ാം മിനിറ്റിൽ തകർന്ന ഹൃദയത്തോടെ കളം വിടുമ്പോഴും ആ നായകന്റെ ആത്മാവ് മൈതാനത്ത് തന്നെയുണ്ടായിരുന്നു. സൈഡ് ലൈനിൽ ഉരുകിയുണർന്ന ഒരു ജനറലിനെ പോലെ നിന്ന് അദ്ദേഹം തന്റെ പടയാളികളെ നയിച്ചു. ഒടുവിൽ വിധിക്ക് തോറ്റുകൊടുക്കാത്ത ആ വാശിക്ക് മുന്നിൽ യൂറോപ്പ് തലകുനിച്ചു. പോർച്ചുഗൽ ആദ്യമായി യൂറോ കപ്പിൽ മുത്തമിട്ടു. കൃത്യം 5 വർഷങ്ങൾക്കപ്പുറം ചരിത്രം അതിന്റെ പേന വീണ്ടും ചലിപ്പിച്ചു. 2021 ജൂലൈ 10 ആ രാത്രിയിൽ ബ്രസീലിന്റെ നെഞ്ചകമായ മാരക്കാനയിൽ വിധി ലയണൽ മെസ്സിയെ കാത്തിരിക്കുകയായിരുന്നു. ഫൈനൽ വിസിൽ മുഴങ്ങിയ നിമിഷം കരിയറിലെ മുഴുവൻ വേദനകളും ഒഴിഞ്ഞ ആശ്വാസത്തിൽ ആ മാലാഖ മൈതാനത്ത് മുട്ടുകുത്തിയിരുന്ന് പൊട്ടിക്കരഞ്ഞു. അർജന്റീനയുടെ രാജകുമാരൻ ഒടുവിൽ ആ നീലക്കടലിന് നടുവിൽ തന്റെ ആദ്യ അന്താരാഷ്ട്ര കിരീടമായ കോപ്പ അമേരിക്ക കിരീടം വാനിലേക്ക് ഉയർത്തി. എത്ര അത്ഭുതകരമാണ് ഫുട്ബോളിന്റെ ഭാവന! ഒരേ സ്കോർ ലൈൻ 1-0, ചിരവൈരികളുടെ സ്വന്തം തട്ടകം. ഒടുവിൽ രണ്ട് ഇതിഹാസങ്ങളും തങ്ങളുടെ ശാപമോക്ഷം കണ്ടെത്തിയത് ഒരേ ജൂലൈ 10. ആരാധകർ സോഷ്യൽ മീഡിയയിൽ തർക്കങ്ങളിൽ ഇന്നും അതിരുകൾ വരക്കുമ്പോൾ ഫുട്ബോൾ എന്ന സുന്ദരകാവ്യം ഇവർക്കായി കരുതിവെച്ച ഏറ്റവും വലിയ സമ്മാനമാണ് ഈ ദിവസം. വേൾഡ് കപ്പ് ഡെസ്ക്, മീഡിയ 1.